നമസ്കാരം. ഞാൻ വഴക്ക് കൂടാത്ത ആളൊന്നുമല്ല. എൻ്റെ വീഡിയോയുടെയും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ വരുന്ന ഞാനേതോ പുണ്യാളച്ചനാണെന്ന് പറഞ്ഞ പോലെയാണ്. അല്ല, ഞാൻ നന്നായി വഴക്ക് കൂടാറുണ്ട്, പലരോട്ട് കലഹിക്കാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്, പരിവഹിക്കാറുമുണ്ട്, ദേഷ്യപ്പെടാറുമുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, അത് എനിക്ക് വേണം എന്ന് തോന്നുന്ന, എൻ്റെ ഹൃദയത്തോട് അത്രമേൽ ചേർത്ത് വെക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരോടും നല്ല സുഹൃത്തുക്കളോടും നല്ല ബന്ധുക്കളോടും മാത്രമാണ്. അവരോട് ഞാൻ കലഹിക്കും, അവരോട് ചൂടാവും, അവരോട് തെറി വിളിക്കും, എല്ലാം ചെയ്യും. അതെന്ന് പറഞ്ഞാൽ അവരെ എനിക്ക് വേണം, അവർ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ്. ഉള്ളിൽ ആഴത്തിലുള്ള സ്നേഹവും അടുപ്പവുമുള്ള ഇടങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള പരിഭവങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ സ്ഥാനമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എന്നെ മനസ്സിലാക്കാത്ത, എന്നെ ദ്രോഹിക്കുന്നവരും എൻ്റെ സാന്നിധ്യം വേണ്ടാത്തവരുമാണ് ഒരുപക്ഷെ എൻ്റെ മുന്നിലുള്ളത് എങ്കിൽ അവർ നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര വലിയ ആളായാലും ശരി, എത്ര പദവിയുള്ള ആളായാലും ശരി, എത്രയധികം നമ്മളുമായിട്ട് അടുത്തുള്ള ആളായാലും ശരി, എത്ര ബന്ധമുള്ള ആളായാലും ശരി, ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്നല്ല ആരായാലും ശരി, ആ നിമിഷം അവിടെ വെച്ചങ്ങോട്ട് മുറിച്ചിടും. അവിടെ വെച്ചാൽ ബന്ധം അങ്ങോട്ട് മുറിച്ചിടും. അവരെ തെറിവിളിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കാനോ അവരെ നമ്മോട് ചേർക്കാനോ പിന്നെ ശ്രമിക്കില്ല. അവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞു നടന്നാലും ആ ഭാഗം പിന്നെ ചിന്തിക്കാറില്ല. അവരങ്ങ് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ ആ കാര്യം അങ്ങോട്ട് മുറിച്ചങ്ങോട്ടിടും. പിന്നീട് അവരെക്കുറിച്ച് പരാതി പറയാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ അവരെ കുറ്റപ്പെടുത്താനോ എന്തിന് ഒരു തുള്ളി കാരുണ്യം കാണിക്കാൻ പോലും ഞാൻ നിൽക്കാറില്ല. അവരെവിടെയെങ്കിലും വീണ് അവിടെ തല്ലിപ്പൊളിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് കരുതും. അത്രേ ഉള്ളൂ. കാരണം അതിന് നിൽക്കാൻ മനസാക്ഷി മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഞാൻ വലിയ കാരുണ്യവാനാണെന്ന് പറയാനൊന്നും ഞാനില്ല. അങ്ങനെയാണ്. കാരണം നമ്മുടെ ഒന്ന് വീണ് ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ എടാ അതല്ല ധാർമ്മികത എന്ന് പറയുമ്പോൾ നിന്ന് വീണ് കിടക്കുന്നത് എടുക്കേണ്ട ഒരു മനുഷ്യത്വം എനിക്കില്ല എന്ന് വെച്ചാൽ എനിക്കില്ലെന്നേ. നമ്മുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ടുള്ള, നമ്മുടെ ചവിട്ടി തേച്ചിട്ടുള്ള ആൾക്കാരെ അങ്ങനെ കൈപിടിച്ച് ഉയർത്താനുള്ള മനസാക്ഷിയൊന്നും എനിക്കില്ല. തുറന്നു പറയുന്നതാണ്. അതേസമയം ഈ സമൂഹത്തിൽ ഞാനറിയാത്ത, ഞാൻ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഒരു ദ്രോഹം എന്നോട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ജാതി മതം എല്ലാത്തിനും ഉപരി ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്. ആരും തുണയില്ലാത്തവർ. അവരെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മൾ ആരാണെന്ന് പറയാതെ നമ്മളങ്ങ് തിരിച്ചു പോരും. നമ്മളാരാണെന്ന് പറയുമ്പോഴാണല്ലോ അവർക്ക് നമ്മളോടൊരു ഉത്തരവാദിത്വം അല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്നു. അതിനൊന്നും നിൽക്കൂല. ഈ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയില്ലേ, എന്നതുപോലെ തന്നെ. അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഞാൻ അങ്ങനെ ആരെങ്കിലും ഒന്ന് വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല, അങ്ങോട്ട് പോവില്ല. കാരണം അവരായി അവരുടെ വഴി. അലക്കും ദീനിക്കും വലിയ ദീനല്ല. അതാണ് തീരുമാനം. അനിൽകുമാർ PC ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലെ അനാദരവിനുള്ള ഏറ്റവും വലിയൊരു പ്രതികാരം അവരിൽ നിന്ന് നിശബ്ദമായി അകലുക എന്നത് മാത്രമാണെന്നുള്ള ഒറ്റ വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വാക്യം അങ്ങോട്ട് ഹൃദയത്തിൽ ഞാൻ ചെയ്യുന്നത് എത്രയോ കാലമായിട്ട് ചെയ്യുന്നത് അതാണല്ലോ അദ്ദേഹം പറയുന്നതെന്ന് തോന്നലിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാകുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവരോട് വാദിച്ച് ജയിക്കാനോ അയ്യോ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെക്കുറിച്ച് അവർ ക്ലാരിറ്റി കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കാനോ എന്തിനാ നിൽക്കുന്നത്? അങ്ങനെ പോയിട്ടൊരു കാര്യമില്ലെന്നേ. നമുക്ക് അർഹമായിട്ടുള്ള ആദരവ് അല്ലെങ്കിൽ വില അത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിലേക്കുള്ള എല്ലാ വാതിലുകളും എല്ലാ കണക്ഷനുകളും എന്നേക്കുമായിട്ട് അടച്ചേക്കണം. പിന്നെ നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വഴിക്ക് പോവുക. നമ്മുടെ സാന്നിധ്യം തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള തീരുമാനം. പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കരുത്. ഇമോഷണൽ മാനേജ്മെൻറ്റ് എന്ന ഒരു പാർട്ട് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ പോയിട്ടുള്ളവരുണ്ടാവും ഇല്ലേ? നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടാവും, നല്ല ഫീസ് കൊടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ അത് അത്രയും ഫീസ് കൊടുത്ത് പഠിച്ചിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടൊരു തേങ്ങയും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ കാരണം എന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ പോയിൻ്റാണ് ഇമോഷണൽ മാനേജ്മെൻറ്റ്. ഈ ഇമോഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുറിച്ചുള്ള ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെയാണ്. അങ്ങനെ കൊണ്ടു നടന്നാൽ പിന്നെ ഒരു ചുക്ക് എന്ത് തേങ്ങ വന്നാലും അത് നമുക്ക് ഗുണം ചെയ്യില്ല, നമുക്കൊന്നും ഭരിക്കില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നെല്ലാം പ്രകൃതി മുഴുവൻ നമുക്ക് വിലങ്ങനെ നിൽക്കുമെന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് അതിനെക്കുറിച്ച് ഞാനടക്കം പഠിപ്പിക്കുന്നുണ്ടത്. ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്തെ ക്ലാസ്സുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ മാത്രമേ പോകണുള്ളൂ. കോഴ്സുകളിൽ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഒരു പാഠം തന്നെ ഇമോഷണൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ കിടക്കും. ഇവരെക്കുറിച്ചുള്ള ദേഷ്യം, അവൻ എന്നെ അങ്ങനെ കാട്ടില്ലേ, ഇവൻ എന്നെ ഇങ്ങനെ കാട്ടില്ലേ എന്ന് നമ്മുടെ മനസ്സിൽ കിടന്നാൽ നമുക്കാണത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നതിനേക്കാളും നല്ലത് അങ്ങ് കട്ട് ചെയ്തങ്ങ് കളയാം. ഒരു പ്രശ്നമില്ലല്ലോ, അവരവരുടെ വഴി തന്നെ പോവുക. അതാണ് അവരുടെ ജീവിതം നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാതാക്കാന്ന് കട്ട് ചെയ്തും കളയുക. ഒരു മാന്യമായ തീരുമാനമാണത്. ഒരു മനുഷ്യൻ നമ്മളോട് അനാദരവ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെന്ന മനുഷ്യന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം.
നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ കെട്ടിത്താങ്ങി നടക്കേണ്ടതില്ല. അവർ നമ്മളോട് സഹകരിക്കാത്തതിന് സങ്കടപ്പെട്ട് നടക്കേണ്ടതില്ല. നമുക്ക് വില നൽകാൻ അറിയാത്ത ഒരാളുടെ കൂടെ നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ഉള്ളു നീറുന്ന വേദന അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന ഹൃദയവേദനയായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അനുഭവങ്ങൾ. അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും. അത്രയും കാലം ഉള്ളു നീറുന്ന വേദന നമുക്ക് കിട്ടുമ്പോൾ, തിരികെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അവിടെ പോയിട്ട് നമ്മളെക്കുറിച്ച് വിശദീകരണം നൽകി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ, ഒരു കാര്യമില്ല. അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ വിലമതിക്കാത്തവരുടെ മുന്നിൽ ചെന്ന് കൈകെട്ടി നിന്നുകൊണ്ട് അവരോട് യാചിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് വിശദീകരണമായിട്ട് കൊടുക്കുകയോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യരുത്, ഞാനത് ചെയ്യാറില്ല. അവരെൻ്റെ വില തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയട്ടെ എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് തുടങ്ങുന്ന കാലത്ത് 2006 മലയാളികൾക്ക് സർവ്വസാധാരണമായ ഇൻ്റർനെറ്റ് കിട്ടി തുടങ്ങിയത്. അതിന് മുമ്പുണ്ട്. ആ സമയത്ത് മലയാള ബ്ലോഗർമാരിൽ ഏറ്റവും ടോപ്പ് 10 ബ്ലോഗേഴ്സിൽ ഒരാൾ ഞാൻ. സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അതായത് യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ബ്ലോഗിൽ ഇന്നും ഈ pallikoodam.blogspot.com എന്ന് പറഞ്ഞ ബ്ലോഗ് സ്കൂള് അതിൻ്റെ ഞാനാണ് നടത്തുന്നത്. കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി എന്നുള്ള ആ വെബ്സൈറ്റും ഞാനാണ് ചെയ്യുന്നത്. മലയാളത്തിലെ ഓൺലൈൻ എഴുത്തുകാരുടെ ഡയറക്ടറിയാണത്. ഇതൊക്കെ കൊണ്ടുനടക്കുന്നത് എന്തെന്നറിയാം? ആ പള്ളിക്കൂടത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെ മലയാളം വായിക്കാമെന്നാണ്. അതിൽ തന്നെ മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിൽ 2 വാട്സപ്പ് ഉപയോഗിക്കാം, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിൽ മലയാളം വായിക്കാം, എഴുതാം. ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് അന്നത്തെ കാലം നടക്കില്ലായിരുന്നു. ആ കാലം മുതൽ സോഷ്യൽ മീഡിയയിലുള്ള ആളാണ് നമ്മൾ. ആ കാലത്ത് ഞാൻ ഏത് രാഷ്ട്രീയക്കാരൻ, ഏത് മതക്കാരൻ, അല്ലെങ്കിൽ എന്താണ് എന്നറിയാത്ത ഒരാൾ, സമൂഹത്തിലെ അത്യുന്നതനായ ഒരാൾ, അദ്ദേഹം ഞാനുമായിട്ട് ബന്ധം ആഗ്രഹിച്ചിരുന്നു. അന്ന് ഞാൻ വലിയ സ്റ്റാറല്ലേ, സോഷ്യൽ മീഡിയയിൽ പുലിയാണ്. ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഈ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് വരെ, 2-3 വർഷം മുമ്പ് വരെ, ഈ ഡിഫറൻറ്റ് ആംഗിൾസ് എന്നുള്ള യൂട്യൂബിൽ തുടങ്ങിയ ശേഷമാണ് ഒരൊറ്റ ദിവസം അങ്ങ് വെട്ടിമുറിച്ചങ്ങ് കിട്ടും. കാരണം അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലൊരു പെരുമാറ്റം എൻ്റെ അടുത്ത് വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അദ്ദേഹം എന്നോട് പെരുമാറി. എനിക്ക് മനസ്സിലായി അദ്ദേഹം അത്രയേ ഉള്ളൂ. ഞാൻ സ്പോട്ടിൽ മുറിച്ചങ്ങ് കിട്ടും. പിന്നെ അതിന് ശേഷം ഒരു കാര്യത്തിലും മുന്നേ പിന്നെ ഒരിക്കൽ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, കൊട്ടോട്ടി ഇവിടെ ചക്കയുണ്ട്, ഒന്ന് കൊണ്ടുപോകല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ആയിക്കോട്ടെ, എനിക്ക് ചക്ക വേണം, നമ്മുടെ വീട്ടിൽ ചക്കയില്ല, കാര്യം ശരി. പക്ഷേ ഞാൻ അവിടെ വന്നാൽ, നിങ്ങളെ കണ്ടാൽ, അവിടെ നിന്ന് ചക്ക വാങ്ങുന്നതോ മറ്റാരെങ്കിലും കണ്ടാൽ അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചക്ക വേണ്ട. തീരുമാനമായി. അതായത് നമ്മളെ വേണ്ടാന്നുണ്ടെങ്കിൽ അത്. പിന്നെ അടുത്തത് സുഹൃത്ത്. ഈ ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യകാല വീഡിയോകൾ ചെയ്തിരുന്നത് ആ സ്റ്റുഡിയോൻ്റെ ഉള്ളിലിരുന്നിട്ടാണ്. ഈ പോക്സോ കേസുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ, അതായത് വ്യാജ പോക്സോ കേസുകൾക്ക് പ്രതിക്ക് അനുകൂലമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. കാര്യം അത് കള്ളക്കേസായതുകൊണ്ട് തന്നെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പാലത്തായി കേസ് കള്ളക്കേസാണ് എന്ന്. അത് കള്ളക്കേസാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ അതിന് ബദലായിട്ട് മറ്റൊരു കേസ് മീഡിയകൾ ചമച്ചുണ്ടാക്കാൻ ശ്രമിച്ച കുന്നുംപുറം പാലിയേറ്റീവ് ഒരു പോക്സോ കേസുണ്ട്. അതും കള്ളക്കേസാണെന്ന് ഞാൻ വീഡിയോ ചെയ്തു. അതിൽ കേസ് വിധി പറഞ്ഞ് വെറുതെ കള്ളക്കേസാണെന്ന് വെറുതെ വിടുകയും ചെയ്തു. പിന്നെ മറ്റു പല കേസുകളെ കുറിച്ച് സംസാരിച്ചു. ചില കേസുകളിലൊക്കെ എനിക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ പരാതിക്കാർ കേസ് കൊടുക്കുമ്പോൾ അതിൽ ജാമ്യമെടുക്കാനും കോടതി നടപടികൾക്കും പോകേണ്ട ഒരു സാഹചര്യം നമുക്ക് വരും. അതിൽ നമ്മളെ സഹായിക്കാതെ, ആരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ ഈ പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒന്നാമത്തെ സുഹൃത്ത് എന്നെ സഹായിക്കുന്നതിന് പകരം മാറി നിന്നു. എന്നെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ, അല്ലെങ്കിൽ ആരൊക്കെയാണോ എൻ്റെ സഹായം വാങ്ങിയത്, ആ കേസിൽ തന്നെ ആരൊക്കെ എൻ്റെ സഹായം വാങ്ങി, അവരാരും എനിക്കില്ലാതെ ഞാൻ തികച്ചും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എനിക്ക് സപ്പോർട്ട് ചെയ്തു. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സഹായം സ്വീകരിച്ചപ്പോൾ അതെൻ്റെ സുഹൃത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് അയാൾ എന്നെ അവിടെ നിന്ന് പടിയടച്ചു. അയാൾ ഒരു സുഖമല്ലാത്തൊരവസ്ഥ വന്നു. ഞാൻ അപ്പോൾ തന്നെ അയാളെ പേരങ്ങോട്ട് വെട്ടി. ആരാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. അതായത് നമ്മളെ ആപത്തിൽ ആരാണോ സഹായിക്കുന്നത്, ആ സഹായിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ ഇയാൾ സഹായിക്കണം. അയാൾ സഹായിക്കുമില്ല, പട്ടി തിന്നെയല്ല പശുവിനെ തിന്നാൻ സമ്മതിക്കില്ല എന്ന് പറയില്ല. അത് നമ്മളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കാണിക്കുന്നത് നമ്മൾ പറയാൻ പാടുള്ളൂ. ഞാനതാ പറയുന്നത്. 2 പേരെ, ഒരുപാട് പേരുണ്ട്. ഈ 2 പേരെ ഞാനത് പറഞ്ഞത്, രണ്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരുന്നവരാ. വെട്ടി അങ്ങോട്ട് കളഞ്ഞു. കാര്യം അവർ യൂസ്ഫുൾ ഓർ നോട്ട്. നമുക്ക് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവിടെ നിന്ന് കട്ട് ചെയ്തേക്കണം. വിട്ടു.
അവിടെയാണ് ലക്കും ദീനക്കും വലിയ ദീൻ അല്ലല്ല. ഒരിക്കലും എൻ്റെ മൂല്യം മറ്റൊരാൾക്ക് മുന്നിൽ തെളിയിക്കാൻ ഞാൻ അവരുടെ മുന്നിൽ യാചിക്കില്ല എന്നത് എൻ്റെ തീരുമാനമാണ്. അത് എല്ലാവരും ആ തീരുമാനം അങ്ങോട്ട് എടുക്കണം. എന്നാൽ എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാവും. എൻ്റെ മനസ്സമാധാനവും ആത്മാഭിമാനമാണ് എനിക്ക് എല്ലാറ്റിനേക്കാൾ വലുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. മറ്റുള്ളവരുടെ അഭിമാനം കേടുവരുത്താനോ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരുത്താനോ അവരെ അപമാനിക്കാനോ ഞാൻ പോകാറില്ല. പക്ഷേ എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നെ അവഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. കാരണം എൻ്റെ മനസ്സമാധാനം എനിക്ക് വലുതാണ്. സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ എൻ്റെ ഹൃദയം തുറന്നു വയ്ക്കാൻ എനിക്കൊരു മടിയില്ല. എന്നാൽ അഹങ്കാരവും വഞ്ചനയും കാണിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ പൂർണ്ണമായും അപരിചിതനായിട്ട് അല്ലെങ്കിൽ അവരുമായി മാറി നിൽക്കണം. അതിന് എത്ര വലിയവനായാലും ഒരു പരിചയമില്ലാതെ പോലെ നടന്നു പോകും. അതെൻ്റെ സ്വഭാവം. ഒന്നുറപ്പാണ്, എന്നെ നഷ്ടപ്പെടുമ്പോഴേ പലർക്കും എൻ്റെ വില അറിയുന്നുള്ളത്. അതിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടത്. കാരണം അവനുമായിട്ട് തെറ്റിയതിന് ശേഷം ഒരു സ്വസ്ഥത നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അവൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരിയായിരുന്നു എന്ന്. അതങ്ങനെയാണ്. കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വില അറിയും. ഞാൻ പറയുന്നത് എന്നെ പ്രതികരിച്ച് പറയുന്നതെന്നറിയോ, ഞാൻ തന്നെയാണ് നിങ്ങളിൽ പലരും, എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ പലരും മനസ്സിലാക്കണം. അതാണ് ഞാൻ എന്ന് പറയുന്നത്. അഹങ്കാരം കൊണ്ട് ഞാൻ എന്ന് പറയുന്നതല്ല. കാര്യം നമ്മളൊരു ആക്ഷേപ വാക്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മോശ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരെ ഉദാഹരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെ തന്നെ ചേർത്തങ്ങ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേദനിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഞാൻ എന്ന് പറയുന്നത് കേട്ടോ. ഏതായാലും നമ്മൾ നഷ്ടപ്പെടുമ്പോഴേ ചിലർക്കൊക്കെ മിക്കവർക്കുമൊക്കെ അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. പക്ഷേ അത് വില മനസ്സിലായി വരുമ്പോഴേക്കും നമ്മുടെ കണ്ണെത്താ ദൂരത്തേക്ക് അവർ മാറിയിട്ടുണ്ടാകും. ആത്മാഭിമാനം പണം വെച്ചുള്ള ഒരു ബന്ധവും നമുക്കാർക്കും ആവശ്യമില്ല. നിങ്ങളാരെ അതങ്ങനെ ചാർത്തി വെക്കുകയും ചെയ്യരുത്. നിങ്ങളെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പറഞ്ഞ് കൂടെ നിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഇങ്ങോട്ട് വരും. നിങ്ങളെ സർവാത്മന കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ ഹൃദയത്തോട് ചേർക്കുമെന്ന് കരുതണ്ട. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനെ ഹൃദയത്തിലെടുത്ത് വെക്കാതിരിക്കുക എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. Different angles. Don't forget to subscribe and support this channel.